Toon Bells. പിങ്കു ഒരു കാര്യം മനസ്സിലാകുന്നില്ല. എല്ലാ പക്ഷികൾക്കും ഭക്ഷണം അന്വേഷിക്കാൻ ഒരു ദിവസം മുഴുവനും എടുക്കാറുണ്ട്. ചില സമയങ്ങളിൽ വിശപ്പോടെയാണ് അവർ വീട്ടിലേക്കും കയറി വരാറ്. പക്ഷെ നമ്മുടെ അമ്മയോ പാതിരാത്രിയിലും നമുക്ക് വിശക്കുകയും ദാഹിക്കുകയും ചെയ്താൽ അമ്മ വേഗം ഭക്ഷണവും വെള്ളവും കൊണ്ടുവരും. അമ്മയ്ക്ക് എവിടുന്ന് കിട്ടുന്നു? ടീനു പക്ഷി തന്റെ 2 മക്കളായ ടിങ്കു മിങ്കുവിനോടൊപ്പം ഒരു കൂട്ടിൽ താമസിച്ചിരുന്നു. രണ്ടുപേരും പതുക്കെ പറക്കാൻ പഠിക്കുകയായിരുന്നു. എന്നാൽ കാര്യങ്ങൾ മനസ്സിലാകാനുള്ള പ്രായമായിരുന്നില്ല. അതുകൊണ്ട് ടീനു ഇപ്പോഴും അവർക്ക് ഭക്ഷണവും വെള്ളവുമെല്ലാം കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു. അവർ പാതിരാത്രിയിലും ഭക്ഷണം ചോദിച്ചിരുന്നു. അവളും കുറച്ചു മിനിറ്റിനുള്ളിൽ അത് കൊണ്ടുവന്ന് കൊടുക്കും. പിങ്കു ഒരു കാര്യം മനസ്സിലാകുന്നില്ല. എല്ലാ പക്ഷികൾക്കും ഭക്ഷണം അന്വേഷിക്കാൻ ഒരു ദിവസം മുഴുവനും എടുക്കാറുണ്ട്. ചില സമയങ്ങളിൽ വിശപ്പോടെയാണ് അവർ വീട്ടിലേക്കും കയറി വരാറ്. പക്ഷെ നമ്മുടെ അമ്മയോ പാതിരാത്രിയിലും നമുക്ക് വിശക്കുകയും ദാഹിക്കുകയും ചെയ്താൽ അമ്മ വേഗം ഭക്ഷണവും വെള്ളവും കൊണ്ടുവരും. അമ്മയ്ക്ക് എവിടുന്ന് കിട്ടുന്നു? അവർ രണ്ടുപേരും ഒരു പ്ലാൻ ചെയ്തു. പാതിരാത്രി 12 മണിക്ക് രണ്ടുപേരും ഒരുമിച്ച് എഴുന്നേറ്റ് ബഹളം വെക്കാൻ തുടങ്ങി. അമ്മേ അമ്മേ, ഞങ്ങൾക്ക് നന്നായി വിശക്കുന്നുണ്ട്. അയ്യോ മക്കളെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും എങ്ങനെ ഈ പാതിരാത്രിക്ക് വിശക്കാൻ തുടങ്ങി? അമ്മേ, വിശക്കുന്നത് കൊണ്ട് പറഞ്ഞതാ, അല്ലാതെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുഴപ്പമില്ല മക്കളെ, ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങൾ രണ്ടുപേർക്കും ഭക്ഷണം കൊണ്ടുവരാം. ഇത് പറഞ്ഞ് ടീനു പെട്ടെന്ന് പറന്നുപോയി. ഏകദേശം 10 മിനിറ്റിന് ശേഷം ഒരു ചെറിയ വീടിന് മുൻപിൽ അവൾ വന്ന് നിന്നു. മാന്ത്രിക വീടേ, എനിക്ക് പെട്ടെന്ന് കുറച്ച് ഭക്ഷണം തരൂ, എന്റെ കുട്ടികൾ വിശന്നിരിക്കുകയാ. അവൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ആപ്പിൾ പ്രത്യക്ഷമായി. പെട്ടെന്ന് അവിടേക്ക് അവളുടെ 2 മക്കളും വന്നു. അമ്മേ, ഇതെന്താ? അമ്മയ്ക്ക് മാന്ത്രിക വീടുണ്ടോ? മക്കളെ, നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നത്? അമ്മേ, ഞങ്ങൾ അമ്മയുടെ പിന്നാലെ ഇവിടേക്ക് വന്നതാ. അമ്മ ഇത് പറ, അമ്മയുടെ കയ്യിൽ ഈ മാന്ത്രിക വീടുണ്ടെങ്കിൽ അമ്മ ഇതുവരെ ഇതിനെക്കുറിച്ച് ഞങ്ങളോട് എന്താ പറയാത്തത്? മക്കളെ, എനിക്ക് ഈ മാന്ത്രിക വീട് നീലദേവതയാണ് തന്നത്. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അതിനോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു, ഈ വീട്ടിൽ യോഗ്യതയുള്ള പക്ഷികൾക്ക് മാത്രമേ താമസിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് നിങ്ങളോട് ഇതിനെക്കുറിച്ചൊന്നും പറയാതിരുന്നത്. നിങ്ങൾ വലുതായി കഴിയുമ്പോൾ ഇതിൽ ജീവിക്കാൻ യോഗ്യരാവും. അപ്പോൾ ഇതിൽ താമസിക്കാൻ നിങ്ങളെ കൊണ്ടുവരാം. അമ്മേ, പക്ഷെ ഞങ്ങൾ എങ്ങനെ തെളിയിക്കും ഇതിന്റെ അകത്ത് താമസിക്കാൻ ഞങ്ങൾ യോഗ്യരാണെന്ന്? അപ്പോൾ അവിടെ ഒരു ദേവത പ്രത്യക്ഷപ്പെട്ടു. നിങ്ങൾ രണ്ടുപേരും ധൈര്യമുള്ളതും കഷ്ടപ്പെട്ടും ജോലി ചെയ്യണം. ഇപ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾ ഇവിടെ നിന്നും നീലക്കുന്നിലേക്ക് പോകണം. നിങ്ങൾ അവിടെ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്കൊരു പൂന്തോട്ടം കാണാൻ കഴിയും. ആ പൂന്തോട്ടത്തിൽ പച്ച തിളങ്ങുന്ന ഒരു പൂ കാണാൻ പറ്റും. നിങ്ങൾ രണ്ടുപേരും ആ പൂവ് നാളെ വൈകുന്നേരത്തിന് മുൻപ് എത്തിക്കണം. നിങ്ങളിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ അമ്മയോടൊപ്പം ഈ വീട്ടിൽ താമസിക്കാൻ യോഗ്യരാകും. ഞാൻ പൂവെടുക്കാൻ പോകുക. ബൈ ബൈ പിങ്കു ചേട്ടാ. ഇത് പറഞ്ഞ് മിങ്കു അവിടെ നിന്നും പോയി. അമ്മേ, ഞാനും പോകുക. ഞങ്ങൾ 2 സഹോദരങ്ങളും ഒരുമിച്ച് പൂവും കൊണ്ട് ഇവിടേക്ക് വരും. അങ്ങനെ പിങ്കുവും അവിടെ നിന്നും പറന്നു. പിന്നെ ടിങ്കുവും രണ്ടുപേരും പോകുന്നത് കണ്ട് ചിരിച്ചുകൊണ്ട് നിന്നു. രാവിലെ ആയപ്പോൾ 2 സഹോദരങ്ങളും നീലക്കുന്നിലെത്തി. ഓ എന്റെ ദൈവമേ, ഇവിടെ ചോര കട്ടിയാകുന്ന തണുപ്പാണല്ലോ. മഞ്ഞും പൊഴിയുന്നുണ്ടായിരുന്നു. അവർ ഒരുപാട് കഷ്ടപ്പെട്ട് പറന്നുകൊണ്ടേയിരുന്നു. അവർ ഏകദേശം അരമണിക്കൂർ പറന്നതിനു ശേഷം അവർ പൂന്തോട്ടം കണ്ടു. അവിടെ എല്ലാ തരത്തിലുമുള്ള പൂവുണ്ട്. ഇപ്പി, ഞാൻ ഈ പൂന്തോട്ടത്തിന്റെ അടുത്ത് എത്തി. പെട്ടെന്ന് ആ പൂ അന്വേഷിച്ച് തുടങ്ങാം. ഇത് പറഞ്ഞ് മിങ്കു ഒരു വശത്തേക്ക് പറന്നു. പിന്നെ പിങ്കുവും പുറകെ ഓരോ പൂവിനെയും നോക്കാൻ തുടങ്ങി. ഏകദേശം 4 മണിക്കൂറോളം തിരഞ്ഞതിനു ശേഷം മിങ്കുവിന് പച്ച പൂന്തോട്ടം കാണാൻ പറ്റി. യെസ്, കിട്ടി. മിങ്കു പെട്ടെന്ന് ആ പൂന്തോട്ടത്തിന്റെ അടുത്ത് പോയി. അപ്പോൾ പിങ്കുവും അവിടേക്ക് വന്നു. ഓഹോ, നീയും ഈ പൂവ് കണ്ടുപിടിച്ചോ? നമ്മൾ സഹോദരങ്ങളാണ് പിങ്കു. അത് നന്നായി. നമ്മൾ 2 പേരും ആ വീട്ടിൽ താമസിക്കാൻ യോഗ്യത തെളിയിച്ചു.
ശരി, നോക്കാം. ബൈ ബൈ. ഇത് പറഞ്ഞ് മിങ്കു പൂ പറിച്ച് പിന്നെ അത് ചുണ്ടിൽ കൊത്തിയെടുത്ത് പറന്നുപോയി. പിന്നെ പിങ്കുവും താഴേക്ക് പറന്ന് ഒരു പൂ പറിച്ചെടുത്ത് അതും കൊണ്ട് തന്റെ വീട്ടിലേക്ക് പറന്നുപോയി. അവർ തിരിച്ചു പോകുമ്പോഴും മഞ്ഞു വീഴുന്ന മലയുടെ മുകളിൽ കൂടി വേണം പോകാനായി. അതിലവർ ഒരുപാട് ക്ഷീണിതരായി. ഇനി ഒരു കാടും കൂടി കടന്നു വേണം വീട്ടിൽ പോകാൻ. അവർ ഒരു പാറയുടെ മുകളിലിരുന്ന് വിശ്രമിക്കാൻ തുടങ്ങി. അപ്പോൾ അവരൊരു ശബ്ദവും കേട്ടു. അവർ നോക്കിയപ്പോൾ ഒരു തത്ത കരഞ്ഞുകൊണ്ടുവന്ന് ആ പാറയുടെ മുകളിൽ വന്നിരുന്നു. മിട്ടു ചേട്ടാ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ഈ ചോദ്യം കേട്ട് മിട്ടു അവരുടെ നേർക്ക് നോക്കിയപ്പോൾ അവന്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. ഞാൻ നിങ്ങളെ ഓർത്താണ് കരഞ്ഞത്. നിങ്ങൾ രണ്ടുപേരും എന്റെ ബുദ്ധിമുട്ട് അകറ്റിയിരിക്കുന്നു. ഞങ്ങളെങ്ങനെ? നീ എന്തൊക്കെയായി പറയുന്നത്? എന്റെ അമ്മയുടെ ആരോഗ്യം വളരെ മോശമാ. ഡോക്ടർ ആമ പറഞ്ഞത് അമ്മയെ ചികിത്സിക്കണമെങ്കിൽ നീലക്കുന്നിലുള്ള പൂന്തോട്ടത്തിൽ നിന്നും പച്ചപ്പൂ എടുത്തുകൊണ്ടുവരണമെന്ന്. അതാണിപ്പോൾ നിങ്ങളുടെ അടുത്തുള്ളത്. നീ എന്താ ഈ പറയുന്നത്? ഞങ്ങളിത് ഒരുപാട് കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാ. ഇത് നിനക്ക് തന്നാൽ വൈകുന്നേരത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഇതുകൊണ്ട് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ ചെയ്താൽ ആ വീടും ഞങ്ങൾക്ക് കിട്ടില്ല. ഇത് പറഞ്ഞ് തത്ത പിന്നെയും കരഞ്ഞു. അങ്ങനെ ചെയ്യരുത്. ആ വീട് എന്റെ അമ്മയുടെ ജീവനേക്കാൾ വലുതൊന്നുമല്ലല്ലോ. എനിക്ക് ആ പൂ താ. ഇല്ല, ഞാൻ തരില്ല. ഞാൻ പോകുക. ഇങ്ങനെ പറഞ്ഞ് മിങ്കു പൂവും എടുത്തു പറന്നുയർന്നു. എന്നാൽ തത്ത തന്റെ അമ്മയെ ഓർത്ത് കരയുന്നത് കണ്ട് പിങ്കുവിന്റെ ഹൃദയം പിടഞ്ഞു. അവൻ പറഞ്ഞു, സുഹൃത്തെ, ഈ പൂ നീ കൊണ്ടുപോ. നിന്റെ അമ്മയുടെ ജീവനും രക്ഷിക്ക്. ആ വീടിന്റെ കാര്യം നിന്റെ അമ്മയേക്കാൾ വലുതൊന്നുമല്ല. ഇത് കേട്ട് തത്ത സന്തോഷിച്ചു. ഒരുപാട് ഒരുപാട് നന്ദി സുഹൃത്തെ. ഭഗവാൻ നിന്റെ ജീവിതം എന്നെന്നും ഉജ്ജ്വലമാക്കും. ഇത് പറഞ്ഞ് തത്ത ആ പൂവും എടുത്ത് അവിടെ നിന്നും പറന്നു. പിങ്കുവും അവൻ പോകുന്നത് കണ്ട് സന്തോഷിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ മിങ്കു തന്റെ ചുണ്ടിൽ പൂവുമെടുത്ത് അമ്മയുടെ അടുത്തേക്ക് വന്നു. ഞാൻ ജയിച്ചു, ഞാൻ ജയിച്ചു. സബ്ബാഷ് മോനെ. എന്നാൽ പിങ്കു എവിടെ? അവൻ ഇപ്പോൾ തന്നെ ഇങ്ങെത്തും. അപ്പോൾ പിങ്കു വെറും കൈയോടെ അവിടേക്ക് വന്നു. പിങ്കു മോനെ, നീ എന്താ പൂ കൊണ്ടുവരാത്തത്? മിങ്കു പൂവും കൊണ്ടുവന്ന് യോഗ്യനാണെന്ന് തെളിയിച്ചിരിക്കുന്നു. എന്നോടൊപ്പം ഈ വീട്ടിൽ ഇവനെ താമസിക്കാൻ പറ്റൂ. കുഴപ്പമില്ലമ്മേ, അവൻ എന്റെയും കൂടെ കൂടപ്പുറപ്പല്ലേ. എനിക്ക് സന്തോഷമുണ്ട് അവൻ ജയിച്ചതിൽ. ഇപ്പീ, ഞാൻ വീടിന്റെ അകത്തേക്ക് കയറാൻ പോകുന്നു. അപ്പോൾ മിങ്കു വീടിനകത്തേക്ക് കയറാൻ ശ്രമിച്ചു. എന്നാൽ പെട്ടെന്ന് വീടിന്റെ വാതിൽ അവന്റെ മുൻപിൽ അടഞ്ഞു. അയ്യോ, ഇതെന്താമേ? ഇതു കണ്ട് 3 പേരും അത്ഭുതപ്പെട്ടു. അപ്പോൾ വീണ്ടും അവിടെ ദേവത പ്രത്യക്ഷപ്പെട്ടു. മിങ്കു, നിന്റെ അമ്മ ജീവിതത്തിൽ മറ്റുള്ളവരെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഏതെങ്കിലും മൃഗങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അവൾ സഹായിച്ചിരുന്നു. അതിൽ സന്തോഷവതിയായാണ് ഞാൻ ഈ വീട് അവൾക്ക് കൊടുത്തത്. നിങ്ങൾ 2 പേരെയും ഈ പൂ കൊണ്ടുവരാൻ പറഞ്ഞയച്ചപ്പോൾ നിങ്ങളെ ഞാൻ പരീക്ഷിക്കുകയായിരുന്നു. ആ തത്ത മറ്റാരുമല്ല, ഞാൻ തന്നെയായിരുന്നു. പിങ്കു തന്റെ ആവശ്യത്തിനു വേണ്ടി ആ പൂ തന്റെ കൈവശത്ത് വെച്ചില്ല. എന്നാൽ അവനത് ത്യാഗം ചെയ്തു. എന്നാൽ നീ വളരെ ക്രൂരമായി ആ തത്തയെ സഹായിക്കാതെ ഇവിടേക്ക് പൂവും കൊണ്ടുവന്നു. ഇപ്പോൾ പറ, ഈ വീട്ടിൽ താമസിക്കാൻ നീ യോഗ്യനാണോ? ഇത് കേട്ടപ്പോൾ മിങ്കുവിന് തന്റെ സ്വാർത്ഥതയോർത്ത് ഒരുപാട് നാണം തോന്നി. നീലദേവതയെ പറഞ്ഞത് ശരിയാ. ഞാൻ ഈ വീട്ടിൽ താമസിക്കാൻ യോഗ്യനല്ല. എന്റെ പിങ്കു സഹോദരനാണ് ഇതിൽ ജീവിക്കാൻ അർഹൻ. അവിടെ അപ്പോൾ വാതിലും തുറന്നു. പിങ്കു സന്തോഷത്തോടെ അതിന്റെ അകത്തേക്ക് പോയി. പിങ്കു തന്റെ അമ്മയോടൊപ്പം ആ വീടിനുള്ളിൽ തന്നെ താമസിച്ചു. പിന്നെ മിങ്കു ആ കൂടിനുള്ളിൽ താമസിച്ചു. അവർ 3 പേരും ആദ്യം താമസിച്ചിടത്ത്